ബിനോയ് വിശ്വം ശരിയാണ്. ബിനോയ് വിശ്വം, ഞാൻ ഷഫീദിനോട് ചോദിച്ച ചോദ്യം അങ്ങയോട് വീണ്ടും ആവർത്തിക്കുകയാണ്. ശരിയാണ്, കുറേയധികം ട്രാപ്പുകൾ, കുറേയധികം കെണികൾ, കുറേയധികം ചുറ്റുവരകളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ PMC എന്ന് പറയുന്ന നിങ്ങളൊക്കെ രാഷ്ട്രീയ പദ്ധതി എന്ന് കേരളത്തിലെ വലിയ ശതമാനം ആളുകൾ വിശ്വസിക്കുന്ന ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആ ട്രാപ്പുകളോ ആ കെണികളോ ഒന്നും ഒരു ഉപാധിയല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ശ്രീ ബിനോയ് വിശ്വം, ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഏത് ട്രാപ്പിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ വഴിയുണ്ട്. ആ വഴി ആരായണം. തമിഴ്നാട് നോക്കിയത് ആ വഴിക്കാണ്. കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും BJP ഗവൺമെന്റ് ആയാലും ഇപ്പോൾ ശ്രമിക്കുന്നത് PMCയും അതുപോലെ തന്നെ SSKയും കൂടി ഒന്നാണ് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. രണ്ടും ഒന്നല്ല. PMC വേറെ, SSK വേറെ. SSK ഉണ്ടായത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ആ നിയമപ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള അവകാശ തന്നെയാണ് ഈ പറയുന്ന SSK ഉണ്ടായത്. അത് പണ്ടതിന്റെ പേര് SSA എന്നായിരുന്നു, സർവശിക്ഷ അഭിയാൻ. ആ പേര് തന്നെ പറയുന്നുണ്ട്, സർവശിക്ഷയാണ് ലക്ഷ്യം. എല്ലാവർക്കും വിദ്യാഭ്യാസം അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച നാട്ടിൽ അതിന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളെയും PMCയെയും വളരെ ബോധപൂർവ്വം BJPയും ഇപ്പൊ കോൺഗ്രസും ഒന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നല്ല, രണ്ടാണ്. ഇപ്പൊ കിട്ടിയ ഫണ്ട് SSK ഫണ്ടാണ്, PMC ഫണ്ടല്ല. അല്ല ശ്രീ ബിനോയ് വിശ്വം, അത് എല്ലാവർക്കും അറിയാം. ഇപ്പം രണ്ടും രണ്ടാണെന്ന് അങ്ങേക്കറിയാം, എനിക്കറിയാം, കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, കേന്ദ്രത്തിന് വളരെ നന്നായി അറിയാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സ്ത്രീയിൽ ഒപ്പിട്ടാലേ അത് കിട്ടൂ എന്നുള്ള ഒരു അലിഖിത അദൃശ്യ നിയമം വെക്കുക, അത് 2 വർഷം തടഞ്ഞു വെക്കുക, ഒപ്പിടാൻ സമ്മർദ്ദപ്പെടുത്തുക, ഒപ്പിട്ടതിൻ്റെ മേലെ ആദ്യഗഡ് വരിക എന്നതിനർത്ഥം കേന്ദ്രം ഇതിനെ ഒരു ഒറ്റത്തട്ടിൽ കാണുന്നു എന്നല്ലേ ശ്രീ ബിനോയ് വിശ്വം? ആ അലിഖിത അദൃശ്യ നിയമത്തിന് ബോധപൂർവ്വം മറികടക്കാൻ രാഷ്ട്രീയ ഇച്ഛ വേണം. ആ രാഷ്ട്രീയ ഇച്ഛയാണ് LDF കാണിച്ചത്. LDF ഗവൺമെന്റ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് പോകില്ല, വി വിൽ കീപ് ഇറ്റ് റേസ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയിട്ടുമില്ല. PMC വകയിൽ ഒരു ഫണ്ടും ഒറ്റ ചില്ലിക്കാശും LDF ഒക്കെ സ്വീകരിച്ചുമില്ല. അതാണ് LDF. ആ വ്യത്യാസമുണ്ട് UDFും LDFും തമ്മിൽ. UDF ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മടിയും കൂടാതെ എന്ത് പറഞ്ഞാലും അതൊക്കെ വിഴുകിക്കൊണ്ട് BJPയുടെ RSSന്റെ വിദ്യാഭ്യാസ അജണ്ടയായ NEP നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതിക്കകത്ത് പോയി തലവയ്ക്കാൻ ഒരു മടിയില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ ആരോപണം ആർത്ഥത്തിൽ മുഖവിലക്കെടുക്കാമെങ്കിലും ഇപ്പോൾ ഒരു വാദത്തിനെങ്കിലും മുഖ്യമന്ത്രി VD സതീശന് സത്യം മാത്രമല്ല. ഇത് രാഷ്ട്രീയ ആരോപണം, ഇത് രാഷ്ട്രീയം മാറ്റിവെക്കുക. നിങ്ങൾ കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ കുട്ടികളുടെ ഭാവിയാണ്. അവരെന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അവരുടെ ഭാവി എന്താകണം, അവരുടെ വേൾഡ് വ്യൂ എന്താകണം, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, നിശ്ചയിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ലേ നമ്മുടെ വിദ്യാഭ്യാസം. അതിന് RSSന്റെ ഒരു കാര്യപരിപാടിയുടെ അടിമയാക്കി മാറ്റാൻ പറ്റുമോ? അല്ല ശ്രീ ബിനോയ് വിശ്വം, അതിനൊക്കെ കാരണം LDF ഒപ്പിട്ട ആ MOU ആണ് എന്നൊരു വാദത്തിനെങ്കിലും മുഖ്യമന്ത്രിക്ക് വാദിക്കാൻ LDF വഴിവെച്ചു കൊടുത്തു. ആ വാദത്തിന്റെ ഒന്നും മോനെ ബാക്കി നിൽക്കുന്നില്ല. LDF ഗവൺമെന്റ് തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഒരു അമാന്തവും കൂടാതെ നല്ല പൊളിറ്റിക്കൽ തീവ്രത കാണിച്ചുകൊണ്ട് സർക്കാർ കത്തെഴുതി. LDF ആലോചിച്ചു, തീരുമാനിച്ചു, മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനം വന്ന പിറ്റേ ദിവസം തന്നെ സർക്കാർ കത്തെഴുതി, വി വിൽ കീപ് ഇറ്റ് ഇൻ അബയൻസ്, നിങ്ങളുടെ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും വരെയും മുമ്പോട്ട് പോകില്ല എന്നറിയിച്ച ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. അതും UDF ഒരുപോലെയാണോ? അന്ന് LDFനെ മുച്ചൂടും ചീത്ത പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വരുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.